ശബരിമല വിഗ്രഹക്കൊള്ളയെക്കുറിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നൊരു വിവരം വരുന്നുണ്ട്. ശരിയാണോ സർ? വിവരം അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല. വിവരം നമ്മളിപ്പോൾ പറയാൻ പോവാം. ഞാൻ പ്രവിതയോട് പറഞ്ഞുകൊണ്ടില്ലേ പ്രവിത വിവരം വരുന്നു പറഞ്ഞു. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ പേരുകൾ വരികയാണ്. ഇപ്പം ഞാനൊരു പേര് പറയാൻ പോവാണ്. തൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിനി. അവർ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് ഹെൽത്ത് വർക്കറായിട്ട് ജോലി ചെയ്യുകയാണ്. അവർ കേരളത്തിലെ ഒരു വിവാദ നായികയാണ്. അതായത് ജോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യാജ പുരാവസ്തു ശേഖരമുണ്ടാക്കി ഒരു വലിയ തട്ടിപ്പ് നടത്തിയ ഒരാളെക്കുറിച്ച് നമുക്കറിയാം. ജോൺസൺ മാവുങ്കൽ. ആ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മാവുങ്കൽ ജയിലിലാണ്. പീഡന കേസ്, പോക്സോ ഉൾപ്പെടെ ബാലികമാരെ ഉൾപ്പെടെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായിട്ട് തട്ടിപ്പുകാരനായ മാവുങ്കൽ ജയിലിലാണ്. മാവുങ്കലിന് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അന്നത്തെ DGP വന്ന് അയാളുടെ സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ട്. പടങ്ങളൊക്കെ അമ്പാണ്ടാണ്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന അന്നത്തെ DGP മോൺസൺ മാവുങ്കലിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥന്മാരും, പോലീസ് ഓഫീസർമാർ, ഉന്നത ബന്ധമുള്ള ഒരുപാട് ആളുകൾ, രാഷ്ട്രീയക്കാർ, സന്യാസിമാർ, പുരോഹിതന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകളെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ സ്വീകരിച്ചോ പ്രവർത്തിച്ച കേരളം കണ്ട ഒരു വലിയ കുറ്റവാളി. പിന്നെ കുറ്റവാളി ഞാൻ ആളുകളെ പറ്റിച്ച് ഈ സാധനം, ഡ്യൂപ്ലിക്കേറ്റ് സാധനം, മോശയുടെ വടി, യേശു കഞ്ഞി കുടിച്ച പാത്രം എന്നൊക്കെ പറഞ്ഞാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ പരശുരാമൻ അന്ന് കേരളം ഉണ്ടാക്കാൻ എറിഞ്ഞ മഴു, ഇതൊക്കെയാണ് പുള്ളി വിറ്റുകൊണ്ടിരുന്നത്, പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് കേരളത്തിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ സകല രാഷ്ട്രീയക്കാർ, മുൻ KPCC പ്രസിഡൻ്റായിരുന്ന K. സുധാകരൻ ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധം, വലിയ DGP ഉൾപ്പെടെ ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധം ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വന്ന ഒരു പേരുണ്ട്, ഒരു സ്ത്രീയുടെ പേര് അനിത പുല്ലയിൽ. ഈ അനിത പുല്ലയിലിൻ്റെ പേര് അക്കാലത്ത് പൊന്തി വന്നിരുന്നു. എന്നിട്ട് പോലീസ് അന്വേഷണമൊക്കെ മുറുകിയപ്പോൾ നേരെ അനിത പുല്ലയിൽ കടകം പറഞ്ഞു. അനിത പുല്ലയിൽ കൊണ്ട് പോലീസിന് പരാതി കൊടുത്തു. മാവുങ്കലിന് പോലീസ് രാഷ്ട്രീയക്കാരുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടാക്കി കൊടുത്ത അതേ അനിത പുല്ലയിൽ പിന്നീട് മാവുങ്കലിനെതിരെ ഇവർ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് മൊഴി കൊടുത്ത്, കേസ് കൊടുത്ത്, ഒരു അപ്രൂവർ എന്ന് പറഞ്ഞാൽ മാപ്പുസാക്ഷിയാവുന്നത് പോലെ ചില നിർണായക വിവരങ്ങൾ കൊടുത്ത് പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ ആളാണ്. രക്ഷപ്പെട്ടതോ രക്ഷപ്പെടുത്തിയതോ അറിയില്ല. ഏതായാലും ഈ അനിത പുല്ലയിൽ പിന്നെയും വിവാദ നായികയായിരുന്നു. ഈ ഇന്ത്യൻ പാർലമെൻറ്റ് പോലെ കേരളം വേറെ രാജ്യമാണല്ലോ. അപ്പോൾ പിണറായി എല്ലാ ദിവസവും കേരളം ഉണ്ടാക്കാൻ നടക്കുന്ന പിണറായി വിജയൻ ഒരു ലോക കേരള പാർലമെൻറ്റ് ഉണ്ടാക്കി, ലോക കേരള സഭ എന്ന് പറഞ്ഞ് ലോക കേരള സഭ നടക്കുമ്പോൾ അനിത പുല്ലയിൽ അവിടെ വന്നു. അനിത പുല്ലയിലിൻ്റെ ഒരു വിവാദ നായിക ആയതുകൊണ്ട് അനിത പുല്ലയിലിൻ്റെ പേര് ഈ പ്രിസ്ക്രൈബ്ഡായിട്ട് നേരത്തെ തയ്യാറാക്കിയിരുന്ന ലിസ്റ്റിലുണ്ടായിരുന്നില്ല. ലിസ്റ്റിൽ ഉണ്ടാവാതെ അനിത പുല്ലയിൽ ലോക കേരള സഭയിൽ പങ്കെടുത്തു. ഒന്ന് ആലോചിക്കണം. ലോക കേരള സഭ എന്ന് പറയുന്നത് സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി വിദേശത്തുള്ള മലയാളികളെ സർക്കാരിൻ്റെ ചെലവിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തീറ്റ കൊടുത്ത് 2 ദിവസം ഒരു സമ്മേളനത്തിന് ഇരുത്തുന്ന പരിപാടിയാണ്. അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഈ പ്രാഞ്ചിയേട്ടന്മാരും പ്രാഞ്ചിയേടത്തിമാരും കരുതുന്നത്. അങ്ങനെ കുറേ ആളുകൾ വന്ന് ഇരിക്കുന്ന ഒരു സംഭവം, ഒരു വെള്ളാനയാണ് ലോക കേരള സഭ. പക്ഷെ അവിടെ ലിസ്റ്റിൽ അനിത പുല്ലയിലിൻ്റെ പേര് വന്ന പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ചില ബാക്ക്ഗ്രൗണ്ടും മോൺസൺ മാവുങ്കൽ ബന്ധവുമൊക്കെയുള്ള അനിത പുല്ലയിൽ വന്നാൽ വലിയ വിവാദം ഉണ്ടാകും എന്നുകൊണ്ട് പേര് ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പക്ഷേ അനിത പുല്ലയിൽ പങ്കെടുത്തത് എങ്ങനെയാണ് പുറത്തായെന്നറിയുമോ? അതാണ് ഏറ്റവും വലിയ തമാശ. നമുക്കൊരു സഭാ TV ഉണ്ട്, നിയമസഭാ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന TV. സഭാ TV ഇതിൻ്റെ ദൃശ്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അനിത പുല്ലയിലെ ചിത്രം വന്നു. അപ്പോൾ ഇത് അനിത പുല്ലയിലല്ലേ എന്ന് ചോദിച്ച് വലിയ വിവാദമായി, വാർത്തയായി. എന്ത് ചെയ്തെന്ന് വെച്ചാൽ സർക്കാർ ഉടനെ നടപടിയെടുത്തു. എന്ത് നടപടിയെടുത്തെന്ന് വെച്ചാൽ സഭാ TVയിൽ ഈ ദൃശ്യങ്ങൾ വരാൻ കാരണമായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അവർക്കറിയാവോ, അവർ കുറേ എല്ലാ വിഷ്വൽ എടുത്തപ്പോൾ ഒരു പെണ്ണുമ്പിള്ള അതിനകത്ത് നിൽക്കുന്നത് കണ്ട് അവരുടെ വിഷ്വൽ കാണിച്ചു. അപ്പോൾ അനിത പുല്ലയിൽ കുറ്റക്കാരിയാണെന്നോ അവരൊരു കുഴപ്പക്കാരിയാണെന്നോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ ലിസ്റ്റിലില്ലാതെ അവർ പങ്കെടുത്ത വിഷ്വൽസ് ഷൂട്ട് ചെയ്ത സഭാ TVയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തത്. അല്ലാതെ അനിത പുല്ലയിൽ എങ്ങനെ വന്നു? ആരും വിളിക്കാതെ ഇറ്റലിയിൽ നിന്ന് ഒരു അനിത പുല്ലയിൽ ഇങ്ങനെ വിമാനത്തിൽ പറന്ന് ഇവിടെ വന്നിറങ്ങി ഇതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആരും തയ്യാറാവില്ല. ആരോ ഉണ്ടായിരുന്നു അനിത പുല്ലയിലെ ലിസ്റ്റിലൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് വന്നേക്ക് എന്ന് പറഞ്ഞ് ക്ഷണിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് ഇരുത്തി ആരോ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൽ, പിണറായി വിജയൻ സർക്കാരിൽ ആരോ ഉണ്ടായിരുന്നു. ഈ അനിത പുല്ലയിൽ അന്ന് ഇവരെ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്തപ്പോൾ അനിത പുല്ലയിൽ പോലീസിനോട് പറഞ്ഞു എന്നാണ് അനിത പുല്ലയിലിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം.
അതായത് മോൺസൺ ഭാവങ്ങളുടെ സംഭവമായിട്ട് എന്നെ പോലീസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ ഒരു വിഗ്രഹ കള്ളക്കടത്ത് കൊള്ള റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ശബരിമലയിലെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ, പറ്റുമെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ അടിച്ചുകൊണ്ട് പോവുക. ദ്വാരപാലക ശില്പങ്ങൾ, പിന്നെ അവിടെ ഇരിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങൾ, സാക്ഷാൽ അയ്യപ്പൻ, പറ്റിയാൽ വാജിവാഹനം. അതുകൊണ്ടാണല്ലോ വാജിവാഹനം കൊടിമരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഇതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് തന്ത്രി എടുത്ത് വീട്ടിലോട്ട് പോയത്. അത് കഴിഞ്ഞ് വിവാദമായപ്പോൾ തന്ത്രി പറഞ്ഞു ഇത് എടുത്തുകൊണ്ട് പോകുന്ന ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തെന്നും ദേവസ്വം ബോർഡ് അത് എടുത്തുകൊണ്ട് പോകാൻ വരുന്നില്ലെന്നൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡ് വന്ന് വാജിവാഹനം കൊണ്ടുപോയില്ലോ എന്ന് എനിക്കിതുവരെ അറിയില്ല. അങ്ങനെ വാർത്ത കണ്ടിട്ടില്ല. ഇനി എൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ പോയതാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അനിതാ പുല്ലയിൽ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അനിതാ പുല്ലയിൽ പറഞ്ഞതായിട്ട് അനിതാ പുല്ലയിൽ ഇപ്പോൾ പറയുന്നു, ഞാൻ പോലീസിനോട് പറഞ്ഞു. 1, ശബരിമലയിൽ വലിയ തോതിൽ കൊള്ള നടത്താൻ ഒരു സംഘം ആസൂത്രണം നടത്തുന്നുണ്ട്. 2, ശബരിമല മാത്രമല്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബി നിലവറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നത്. ഇതിന് പിന്നിലൊരു റാക്കറ്റുണ്ട്. അതുകൂടാതെ അവർ പറഞ്ഞു, ഇതും ഈ 3 ക്ഷേത്രങ്ങൾ കൂടാതെ തിരുപ്പതി ക്ഷേത്രത്തിലും വലിയ തോതിൽ കൊള്ള നടത്താൻ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അനിതാ പുല്ലയിൽ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് പറഞ്ഞല്ലോ, അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ട് എന്ന് പറയുകയും അതനുസരിച്ച് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല, ഞാൻ വെറുതെ അല്ല, ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പോലീസ് മന്ത്രിയായിരുന്നു, ഉത്തരവാദിത്തത്തോടെ മുൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് തള്ളാൻ പോലീസിന് പറ്റില്ല. മൊഴി രേഖപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു, അയർലൻഡുകാരനായ ഒരു വ്യവസായി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാം, പേരിപ്പോൾ പോലീസ് പറയാത്തതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോലീസ് അത് പറയരുതെന്ന് വെച്ചിരിക്കുകയാണ് ആ പേര്. അയർലൻഡുകാരനായ ഈ മലയാളി വ്യവസായി, ദുബായ്ക്കാരനൊന്നുമല്ല, അയർലൻഡുകാരനായ ഈ മലയാളി വ്യവസായി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഇതുപോലെ അടിച്ചു മാറ്റി. ഇപ്പം നമ്മൾ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം സംബന്ധിച്ച് എന്നോട് പ്രജിത ചോദിച്ചില്ല, അത് സ്വർണ്ണമാണോ അടിച്ചു മാറ്റിയത്? സ്വർണ്ണമല്ല. അതായത് ദ്വാരപാലകരുടെ ശില്പം, പ്രേക്ഷകർ പറയണം, ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ദേവതയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നവരാണ്. ദ്വാരം പ്രവേശന കവാടമാണ്. അതിന് മുന്നിൽ കാവൽ നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഭടന്മാരോ അല്ലെങ്കിൽ സേവകരോ ആണ് കൊത്തിവെച്ചിരിക്കുന്നത്. അത് കരിങ്കല്ലിൽ കൊത്തിയിരിക്കുകയാണ്. ഈ കരിങ്കല്ലിൽ കൊത്തിയിരിക്കുന്നതിന് മേളിലേക്ക് സ്വർണം പതിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ സ്വർണം ഒട്ടിച്ചു വെച്ചപ്പം ഈ സ്വർണത്തിലായി എന്ത് ദ്വാരപാലകർ. അതെടുക്കുമ്പോൾ മോൾഡ് പോലെ ഈ സ്വർണം കൊണ്ടുള്ള രൂപമായി, അല്ല സ്വർണം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം എന്നല്ല. അതായത് അതിൻ്റെ മീതെ സ്വർണം പതിച്ചു, സ്വർണം ക്ലാഡ് ചെയ്തു. പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇത് ഒട്ടകത്തിൻ്റെ തോലെടുത്തിട്ട് സ്വർണം അതിനകത്ത് വെച്ച് 5000 തവണ കൈകൊണ്ട് അടിച്ചു പരത്തും. 5000 തവണ അടിക്കണമെന്നാണ് അതിൻ്റെ ശാസ്ത്രവിധി. അങ്ങനെ അടിച്ചു പരത്തി അതിലോലമായ ഏറ്റവും നൈസായിട്ട് പരത്താവുന്ന, എത്ര നീളത്തിൽ വേണമെങ്കിലും വലിച്ചു നീട്ടാവുന്ന ഒരു ലോഹമാണ് സ്വർണം. അതുകൊണ്ട് അതിലോലമായ പാളികൾ ഉണ്ടാക്കി സ്വർണം അതിൽ പാളികളായിട്ട് വെക്കുകയാണ്. അതിന് പിന്നെ സ്വർണത്തിന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലൊക്കെ സ്വർണ്ണം ഇല്ലാത്ത ആരുമില്ലല്ലോ. സ്വർണത്തിന് കുറേ കഴിയുമ്പോൾ നിറം മങ്ങുമ്പോൾ ആരെങ്കിലും പ്ലേറ്റ് ചെയ്യാൻ പോകാറുണ്ടോ? ഇല്ല. അപ്പം സ്വർണം തന്നെയാണ്, സ്വർണത്തിൻ്റെ കനം കുറഞ്ഞ പാളിയാണ് ദ്വാരപാലക വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ മീതെ അത് പ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോയത്. സ്വർണത്തിന്, അതായത് നിങ്ങളുടെ സ്വർണ്ണമല്ല, നിങ്ങളുടെ മോതിരം, നിങ്ങളുടെ വള എപ്പോഴെങ്കിലും പ്ലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല. കാരണം സ്വർണം തന്നെയാണ്, സ്വർണത്തിൻ്റെ കനം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധനം അഴിച്ചുകൊണ്ട് പോയി. അതിനു മുമ്പ് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുടെയൊക്കെ അളവ് ഇവരെടുത്തിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്ന പീഠത്തിൻ്റെയൊക്കെ അളവെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അത് എടുത്തുകൊണ്ട് പോയിട്ട് തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സ്വർണം പൂശണം. കാരണം ഇവർ ചെമ്പെന്ന് എഴുതി വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയത്. ഇപ്പോൾ അവർ പറയുന്നത് വിജയമല്യ വന്നിട്ട് സ്വർണ്ണപ്പാളികൾ പതിച്ചതിൻ്റെ റെക്കോർഡൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ വിജയമല്യ സ്വർണം പതിച്ചിട്ടില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ ജാമ്യം കിട്ടാൻ വേണ്ടി ഈ വിദ്വാന്മാർ കോടതി പറഞ്ഞത്. വിജയമല്യ നാട്ടിലില്ലല്ലോ, അയാൾ കേസിൽപ്പെട്ട് ഇന്ത്യ വിട്ടുപോയി. പക്ഷേ വിജയമല്യ അന്ന് സ്വർണം കൊണ്ടുവരികയും സന്നിധാനത്ത് തന്നെ ഇരുന്ന് പണിക്കാരെയൊക്കെ ഉപയോഗിച്ചിട്ട് സ്വർണം നേരത്തെ പറഞ്ഞ ഒരു രീതിയുണ്ട്, ഇത്ര ഗ്രാം സ്വർണം എടുക്കുക, ഒട്ടകത്തിൻ്റെ തോലിൽ വെക്കുക, കൈകൊണ്ട് ചുറ്റികൊണ്ട് അടിച്ചടിച്ച് പരത്തുക. ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് സാക്ഷികളുണ്ട്, അതിനെ സംബന്ധിച്ചൊരു ഫയലുമുണ്ട്. എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നത് അത് അന്നേ ചെമ്പായിരുന്നു, എന്നിട്ട് ചെമ്പ്, അപ്പോൾ വിജയമല്യ ചെമ്പ് പൂശി കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അത് അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് 39 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ചെന്നൈയിലെത്തിയത്. അപ്പോൾ ഇത് ബോംബെ വഴി എത്തി,
ഇവിടെ നേരെ ബോംബെക്ക് പോയി പോകുന്ന വഴി ഹൈദരാബാദ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പ്രമാണിമാരുടെ വീടുകളൊക്കെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളാണെന്ന് പറയുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ അവർ സ്വീകരിക്കും. നമുക്കറിയില്ല, മലയിൽ ചെന്നാൽ നമ്മൾ 100 രൂപ ഇടുമ്പോൾ അവിടുന്ന് വരുന്ന ഒരു കെട്ടുകണക്കിന് നോട്ടായിരുന്നു. അത്ര വിശ്വാസമാണ് അവർക്ക്. അയ്യപ്പനുമായി ബന്ധപ്പെട്ടത് തങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നടൻ ജയറാമിൻ്റെ വീട്ടിൽ ചെന്നതെന്ന് പറയുന്നത്. ഈ ചില പൊങ്ങന്മാരും പ്രാഞ്ചിയേട്ടന്മാരും ഉണ്ടല്ലോ. അങ്ങനെ അത് കറങ്ങി തിരിഞ്ഞ് സ്മാർട്ട് ക്രിയേഷൻസിൽ വന്നു. എന്നിട്ട് ഇതിൻ്റെ അളവിൽ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി. ഒറിജിനൽ മുങ്ങി, ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു വന്നു. അല്ലാതെ അവിടുന്ന് സ്വർണം ഉരുക്കി മാറ്റിയെടുത്തു എന്നതല്ല ഇതിനകത്ത് പ്രശ്നം. ഒറിജിനൽ സാധനം മാറ്റിയിട്ട് രണ്ടാമത് വെച്ചിരിക്കുന്നത് ചെമ്പിൽ സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ടാണ് ഇത് കൊണ്ട് വെച്ചപ്പോൾ പീഠവും ഇതും തമ്മിലുള്ള സൈസ് വ്യത്യാസം വന്നത്. പീഠത്തിൽ ഉറച്ച് അളവെടുത്തപ്പോൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ അളവ് തെറ്റിപ്പോയി. ഇതാണ് ശബരിമല ദ്വാരപാലക കൊള്ള. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ പലതവണ പറഞ്ഞതാണ്, എന്നാൽ പോലും ഇപ്പോഴും സംശയമുള്ള ആളുകൾക്കുള്ളതുകൊണ്ടാണ്. പ്രതി തന്നെ ചോദിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത് മാറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസാണ് ഇപ്പോൾ നടക്കുമ്പോൾ. ഇത് മാത്രമല്ല, അവിടുത്തെ എന്നോട് നമ്മുടെ ഫ്ലോറിൽ കേരള പോലീസിൻ്റെ മുൻ മേധാവിയായിരുന്ന സെൻകുമാർ സാർ വന്നപ്പോൾ സെൻകുമാർ സാർ എന്നോട് പറഞ്ഞു, എനിക്ക് സംശയമുണ്ട് അവിടെ ഇരിക്കുന്ന വിഗ്രഹം ഇപ്പോൾ ഒറിജിനലാണോ എന്ന്. അദ്ദേഹം നേരിട്ട് നമ്മുടെ ഫ്ലോറിൽ പറഞ്ഞ് നമ്മൾ 1 മാസം മുമ്പ് നമ്മുടെ ഇന്ത്യ ലൈവ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിൻ്റെ മേധാവി പോലും സംശയിക്കുന്നു. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിവരമുണ്ടെന്ന് അനിതാ പുല്ലയിൽ പറയുന്നു. അപ്പോൾ ഇതെല്ലാം നേരത്തെ പോലീസിന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്താരാഷ്ട്ര ബന്ധമുള്ള വിഗ്രഹക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ നേതാവായ സുഭാഷ് കപൂർ അമേരിക്കൻ സിറ്റിസനാണ്. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തന്ത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി ഇയാൾക്ക് തിരുവനന്തപുരത്ത് ഒരാളുണ്ടായിരുന്നു. തിരുവനന്തപുരം അമ്പലംമുക്ക് മണ്ണമ്മൂല സ്വദേശിയായ സഞ്ജീവി അശോകനാണ് സുഭാഷ് കപൂറിന് വേണ്ടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തിരുവനന്തപുരം കേരളമൊന്നുമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മോഷണങ്ങൾ സംഘടിപ്പിക്കുന്നത്. അയാൾ പ്രാദേശിക കള്ളന്മാരെയൊക്കെ വിളിക്കും, അവർക്ക് കൂലി കൊടുക്കും. എന്നിട്ട് സഞ്ജീവി അശോകൻ വഴി അശോകൻ പണം കൊടുത്ത് മോഷണം നടത്തും. അല്ലെങ്കിൽ പോറ്റിമാരെ ഉപയോഗിക്കും. പോറ്റിയുടെയൊക്കെ അടുത്ത സുഹൃത്താണ് സഞ്ജീവി അശോകൻ. ഇയാളെ ഉപയോഗിച്ചിട്ട് മോഷണങ്ങൾ നടത്തിയിട്ട് ഈ വിഗ്രഹങ്ങൾ, അതായത് നമ്മുടെ കാലടിയിൽ 2009 പോയ എത്ര കോടി വില വരുമെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത മരതക ശിവലിംഗം ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ കേരളത്തിൽ കാലടിയിൽ നമ്മൾ പറയുന്ന നമ്മളൊരു വിശദമായൊരു വീഡിയോ കാലടി മരതക ശിവലിംഗത്തിൻ്റെ ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് ഇനി ആർക്കും കാണാൻ കഴിയില്ല. അവിടെ പോയി ആർക്കും അറിയില്ല. 2009 പോയതാണ്. അതിന് എത്ര കോടി വില വരുമെന്ന് അറിയില്ല. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള, അത്ര ഭീമമായിട്ടുള്ള ഒരു മരതക ശിവലിംഗമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിത്രം നമ്മൾ പ്രേക്ഷകരെ മുമ്പൊരിക്കൽ കാണിച്ചിരുന്നു. പഴയൊരു വീഡിയോ ഉണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കേസൊന്നും എത്തില്ല. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നടരാജ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം സുഭാഷ് കപൂറാണ്. തമിഴ്നാട്ടിലെ ഒരു കേസുണ്ട്, എലിഫന്റ് ജി ദേവരാജൻ എന്ന് പറയുന്ന ഒരാൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ 376 വിഗ്രഹങ്ങൾ പോയിട്ടുണ്ട്. 376 വിഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ ഉൾപ്പെടെ പോയിട്ടുണ്ട്. പ്രധാന ക്ഷേത്രം ചിലതൊക്കെ മോദി വന്നതിന് ശേഷം തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വിഗ്രഹങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും പല മ്യൂസിയങ്ങളിലിരിക്കും. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ഫീച്ചർ കൊടുത്തു. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു ഫീച്ചർ കൊടുത്തതിൽ ചില ചിത്രങ്ങൾ കണ്ട് ഞാൻ സങ്കടപ്പെട്ടു പോയി. കാരണം നമ്മുടെ പൗരാണികമായ സംസ്കാരത്തിൻ്റെ ഭാഗമായ നമ്മുടെ വലിയ ക്ഷേത്രങ്ങളിലിരുന്ന വിഗ്രഹങ്ങൾ അവിടുത്തെ ചില മ്യൂസിയങ്ങളിലിരിക്കുന്നു. ഇന്ത്യൻ മ്യൂസിയത്തിൽ ഇരിക്കുന്നു പറഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. ഇതൊക്കെ ഓർഗനൈസ് ചെയ്തത് സുഭാഷ് കപൂറാണ്. ആ സുഭാഷ് കപൂറിന് ശബരിമലയുമായിട്ട് ബന്ധമുണ്ടെന്ന് ആദ്യം പറഞ്ഞ് സുഭാഷ് കപൂറിൻ്റെ പേര് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ഇപ്പോൾ സുഭാഷ് കപൂറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലമുക്ക് മണ്ണമ്മൂലയിലുള്ള സഞ്ജീവി അശോക്. ഈ സഞ്ജീവി അശോകൻ തമിഴ്നാട്ടിലെ ഐഡോൾ വിങ് ഉണ്ട്. നമ്മുടെ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞ് കേരള പോലീസിന് ക്ഷേത്ര മോഷണ പിടിക്കാനുള്ളൊരു സംഘമുള്ള പോലെ തമിഴ്നാട്ടിലെ ഒരു ഐഡോൾ വിങ് ഉണ്ട്, വിഗ്രഹ വിഭാഗം. അവർ ഇയാളെ പിടികൂടിയിരുന്നു. ട്രിച്ചി ജയിലിലായിരുന്നു. ഇപ്പോൾ കുംഭകോണത്തെ ചില കേസുകളിൽ ഇയാൾ വിചാരണ നേരിടുകയാണ് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ എവിടെ വേറെബോട്ട്സ് അറിയില്ല, പോലീസിന് അറിയാമായിരിക്കും, നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല. ഇപ്പോൾ സഞ്ജീവി അശോക് തിരുവനന്തപുരത്തുണ്ട്. സഞ്ജീവി അശോകുമായിട്ട് പോറ്റി അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ട്. ഞാൻ ഈ കഥയിലെ പഴയ കഥാപാത്രങ്ങളുടെ ഒന്നും പറയുന്നില്ല. നോക്കൂ, നമ്മുടെ ഈ പ്രോസസ്സൊക്കെ വന്നിട്ട് പത്മകുമാർ വരെ എത്തിയിട്ട് അറസ്റ്റ് അവിടെ നിൽക്കുക. അറസ്റ്റിൽ ഇനി ബാക്കിയുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യണമല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരല്ലോ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത്? ഒരു ദേവസ്വം ബോർഡ് മെമ്പറുടെ അച്ഛൻ കേരളത്തിലെ ഒരു DIG ആണ്. ആ DIG ആണ് അന്ന് 2 പെണ്ണുങ്ങളെ ചാക്കിൽ കെട്ടി ശബരിമലയിൽ കയറ്റിയത്.
ഇപ്പോൾ നമ്മളെപ്പോഴും നവീൻ ബാബു ADM-ൻ്റെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് പറയാറുണ്ടല്ലേ. നമുക്കെല്ലാം വിഷമമുണ്ട്. ഒരു CPM ജില്ലാ നേതാവിൻ്റെ ധാർഷ്ട്യത്തിന് അപമാനത്തിന് വിധേയമായി ആത്മഹത്യ ചെയ്യാൻ നവീൻ ബാബു ശബരിമലയിലെ യുവതികളെ കിട്ടുന്ന സമയത്ത് എവിടെയായിരുന്നറിയോ? റാന്നിയിലെ തഹസിൽദാരായിരുന്നു. എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് നവീൻ ബാബുവാണ്. യുവതികളെ ശബരിമലയിൽ കയറ്റാൻ ഭരണപരമായ എല്ലാ നടപടികളും എടുത്ത് CPM-ൻ്റെ ഇച്ഛ നടപ്പാക്കി കൊടുത്തത് CPM-ൻ്റെ വിശ്വസ്തന CPM കുടുംബമാണ്, നവീൻ ബാബുവാണ്. ആ നവീൻ ബാബുവിന് ഒരു യുവതി മൂലം തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഞാൻ അയ്യപ്പൻ ചെയ്താണെന്ന് പറയല്ല കേട്ടോ. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അതിനുശേഷം കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായി. സഖാവ് പിണറായി വിജയന് രോഗം മൂർച്ഛിച്ചു. പിണറായി വിജയൻ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തൊക്കെ പറയുന്നു, ജ്യോതിഷികളുടെ അടുത്ത് പോയിട്ട് ചെയ്യുകയാണെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും ഈ ശബരിമലയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ഈ DIGയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ തൊട്ടിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം. തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുക. ഒരു പക്ഷേ ഹൈക്കോടതി ആ മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ മാത്രം ഗത്യന്തരമില്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ പിടിക്കാം. എന്നാൽ DIGയുടെ അച്ഛനെ പിടിക്കാമോ എന്നൊരു ശങ്ക അന്വേഷണ സംഘത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പുതിയ പേരുകൾ വരികയാണ്. ശബരിമലയിലെ വിഗ്രഹക്കൊള്ള, ശബരിമല നമ്മളെ സംബന്ധിച്ച് വൈകാരികമായ വലിയ മുറിവാണ്. ശബരിമല നമ്മൾ കാണിക്കുന്ന കേരളത്തിൽ അയ്യപ്പനെ പോലെ പോപ്പുലറായ ഒരു ദൈവം കേരളത്തിൽ വേറെയില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് അയ്യപ്പനെ, മണികണ്ഠനെ ഇഷ്ടമാണ്, ശാസ്താവിനെ ഇഷ്ടമാണ്. അവിടെ ആ ക്ഷേത്രത്തിൽ കൊള്ള നടന്നിട്ട് അതിനെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കുകയാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലും ഇത് നടന്നിട്ടുണ്ടോ, അവിടുത്തെ വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രജിത അത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ചെയ്തു തോന്നുന്നു അല്ലേ. അപ്പോൾ അതിൽ കുറേ വിവരങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും അനിതാ പുല്ലയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. തിരുപ്പതിയുടെ കാര്യം പറയുന്നുണ്ട്. തിരുപ്പതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കയ്യിലേക്ക് തിരുപ്പതി ക്ഷേത്രം ഇപ്പോൾ വന്നിട്ടുണ്ട്. NDA സർക്കാർ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തിരുപ്പതിയിലെ വ്യാജ ലഡു ഉണ്ടാക്കി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBIക്ക് വിടാനുമൊക്കെ സംസ്ഥാന സർക്കാർ തയ്യാറായി. ആ ക്ഷേത്രത്തിൽ അഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ ജോലിക്കുണ്ടായിരുന്നവരൊക്കെ പുറത്താക്കി. അങ്ങനെ തിരുപ്പതി ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, കേരളം ഈ പറയുന്ന പോലെ ക്ഷേത്രക്കൊള്ളക്കാരുടെ വിശ്വാസ ധ്വംസകരുടെ കയ്യിലേക്ക് മാറണോ അവിടെ തന്നെ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതിന് നിങ്ങളുടെ ചൂണ്ടുവിരലിൽ നിങ്ങൾക്ക് മാരകമായ ഒരായുധം പ്രയോഗിക്കാനുള്ള അവസരം അടുത്ത 100 ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട്. നിങ്ങളത് വിനിയോഗിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ ചൂണ്ടുവിരൽ എനിക്ക് വേണ്ടി കൂടി വിനിയോഗിക്കണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന ഒരു ചാനലായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ നിസ്സീമമായ സ്നേഹവും സഹായവും വേണം. സ്നേഹം ഒരുപാട് കിട്ടുന്നുണ്ട്, സഹായം കൂടെ വേണം. സഹായത്തിനൊന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനലിലേക്ക് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചാനലിൻ്റെ താഴെ അതിൻ്റെ ലോഗോയുണ്ട്. ലോഗോയിലൊന്ന് വിരലമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ ഇന്ത്യ ലൈവിനുള്ള നിങ്ങളുടെ സ്നേഹമുണ്ടാവും, സഹായമുണ്ടാവും. ഞങ്ങൾ നിരന്തരം പുതിയ വാർത്തകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും.